പ്രിയപ്പെട്ട മുസ്ലിമേ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുമെടാ ചെറുപ്പക്കാരാ. ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ? ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? മോനെ രക്ഷപ്പെടില്ലടാ. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ഈ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് നിനക്ക് ശിക്ഷ തരുമെന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബാ, രണ്ട് വിഭാഗത്തിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മുസ്ലിമേ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? മാതാപിതാക്കളെ തല്ലണ്ട, ചീത്ത വിളിക്കണ്ട, പട്ടിണിക്കിടണ്ട, വീട്ടിൽ നിന്ന് അടിച്ചിറക്കണ്ട. നിന്റെ ഉമ്മാന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്നോ? നിന്റെ വാപ്പയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്നോ? എന്തെങ്കിലും ഒരു വാക്ക് നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നിന്റെ നാവിൽ നിന്ന് വീണിട്ടുണ്ടോ? അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ ശിക്ഷ, അല്ലാഹു നിന്റെ ആയുസ് വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഒരുപാട് കാലം നീ ജീവിക്കില്ലടാ. നിന്നെ നടക്കാൻ നിന്നെ റബ്ബ് വിടൂലടാ. ഒരുപാട് കാലം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നീ നടക്കൂല. അല്ലാഹു നിന്നെ പെട്ടിയിലാക്കുവടാ. നിന്നെ ഖബറിന്റെ അകത്ത് റബ്ബ് കൊണ്ട് ഇറക്കി വെക്കുമെന്ന് പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഉമ്മ പറയുന്നതനുസരിക്കാത്ത മക്കളുണ്ട്, വാപ്പ പറയുന്നതനുസരിക്കാത്ത മക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ഉമ്മ പോകല്ലേ എന്ന് പറഞ്ഞാ പോകല്ലേടാ പൊന്നുമോര്. ഉമ്മ ഒരു സ്ഥലത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞാ പിന്നെ നീ പോകരുത്. പോയാൽ നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? പോയാൽ അല്ല തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന എന്റെ പൊന്നാര പെമ്മക്കള് കേട്ടോ. എടി പൊന്നുമോള്, ഈ ഒളിച്ചോടി പോകുന്നവളുമാരെല്ലാം ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം എന്തെന്നറിയുവോ? പുഴുത്തു നാറി ചത്തുപോകുന്നതിന്റെ കാരണം എന്തെന്നറിയുവോ? പൊന്നുമോളെ, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ ശാപവാ, എന്റെ വാപ്പാനെ വേദനിപ്പിച്ചതിന്റെ ശാപവാ. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. മോനെ ഫളിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, കൂട്ടുകാര് മുഴുവനും പിതാവില്ലായിരുന്നു, ഉമ്മ മാത്രമേ ഉള്ളൂ. ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കൂട്ടുകാര് പറഞ്ഞു, ഫളിലേ, ഞങ്ങളെല്ലാവരും കൂടെ ഉംറയ്ക്ക് പോകുകയാ, നീയും കൂടെ വരുന്നോ? ഞങ്ങളെല്ലാവരും കൂടെ നാളെ ഉംറയ്ക്ക് പോവുകയാണ്, അല്ലാഹുവിന്റെ കഅബാലയം കാണാൻ പോവുകയാ, നീ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഫളില് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മയോട് ചോദിക്കട്ടെ, എന്റെ ഉമ്മയോട് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാ. ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, എനിക്ക് അല്ലാഹുവിന്റെ കഅബ കാണാൻ മോഹമുണ്ടുമ്മ, എനിക്ക് അല്ലാഹുവിന്റെ കഅബാലയം കാണണമുമ്മ. എല്ലാവരും മക്കത്ത് പോവുകയാ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ? ഉമ്മ പറഞ്ഞു, വേണ്ട മോനെ ഫളിലേ, നീ പോയാൽ എനിക്ക് ആരുമില്ലടാ ഫളിലേ, എന്റെ പൊന്നുമോന് പിന്നെ പോകാ. അവിടെ ഉമ്മ അനുവാദം കൊടുത്തില്ല. അവസാന പിറ്റേ ദിവസം ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാർ കൂട്ടുകാർ മുഴുവനും ഒരുങ്ങിയിട്ട് കഅബാലയത്തിലേക്ക് പോകാൻ കിടന്നു വരികയാണ്. ഫളിൽ പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. എല്ലാവരും കൂടെ കളിയാക്കി, ഫളിലേ, മക്കയിൽ പോകാനാടാ വിളിക്കുന്നത്, ടൂറ് പോകാനല്ല, കള്ളു കുടിക്കാനല്ലോ, സിനിമ കാണാനല്ലോ, കറങ്ങാനല്ലോ, വൃത്തികേടുകൾ ചെയ്യാനല്ലോ, ഫുട്ബോൾ കളി കാണാനല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഉംറയ്ക്ക് പോകാനാ വിളിക്കുന്നത്. ഇതിന് പോലും നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫളിലിനെ കളിയാക്കിയിട്ട് പോവുകയാണ്. ഫളിലിന് വല്ലാത്ത ദേഷ്യം വന്നു. വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, ഉമ്മ, ഞാനും കൂടെ മക്കയിൽ പോകട്ടെ ഉമ്മ?
വേണ്ടടാ മോനെ. അനുവാദം കൊടുത്തില്ല. ഫളിലിന് വല്ലാത്ത ദേഷ്യം വന്നു. അവിടുന്ന് ചിന്തിച്ചു, അല്ലാഹ് ഉംറയ്ക്കാണല്ലോ, നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ. ഉമ്മയുടെ അനുവാദം ചോദിക്കാൻ നിന്നില്ല. വേണ്ട വസ്ത്രങ്ങൾ മുഴുവനും എടുത്തിട്ട് വീട് വിട്ടിറങ്ങുകയാ. ഉമ്മ പറഞ്ഞു, പോകല്ലേടാ പൊന്നുമോര്, പോകല്ലേടാ പൊന്നുമോര്. ഉമ്മയുടെ അനുവാദമില്ലാതെ ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങുകയാ. കൂട്ടുകാര് മുഴുവനും മുമ്പേ പോയി. ഉമ്മാനെ വേദനിപ്പിച്ചിട്ടാണ് ഇറങ്ങിയത്. പോകുന്ന വഴിയിൽ സമാധാനമില്ല. അവിടുന്ന് ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു പള്ളി കാണുകയാ. അവിടുന്ന് ചിന്തിച്ചു, അല്ലാഹ് നമസ്കരിച്ച മനസമാധാനം കിട്ടുമല്ലോ. കേറിയിട്ട് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിൽ ഇറങ്ങുമ്പോ നാട്ടുകാർ മുഴുവനും ഓടി വന്നിട്ട് പിടിച്ചു കെട്ടുകയാണ്. കാരണം അവിടെ ഒരു വലിയ മോഷണം നടന്നു. കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാ. യഥാർത്ഥത്തിൽ കള്ളനോടി രക്ഷപ്പെട്ട് കളഞ്ഞു. എല്ലാവരും ഫളിലാണ് കള്ളനെന്ന് പറഞ്ഞിട്ട് വരുന്നവരും പോകുന്നവരും എല്ലാം തല്ലുകയാണ്. എന്നിട്ട് കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? ഇനി ഒരിക്കലും ഇവൻ മോഷ്ടിക്കാൻ പാടില്ല. ചെറുപ്പക്കാരാ, രണ്ട് കൈയുമങ്ങ് മുറിച്ചു മാറ്റിയടാ പൊന്നുമോര്. രണ്ട് കൈയുമങ്ങ് വെട്ടിമുറിച്ചു, രണ്ട് കാലുമങ്ങ് വെട്ടിമുറിച്ചു, രണ്ട് കണ്ണുമങ്ങ് ചൂടുന്നെടുത്തു. ഒറ്റ ദിവസം കൊണ്ട് കയ്യും കണ്ണും കാലുമില്ലാതായടാ. എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ, എല്ലാരും കള്ള എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ. എന്റെ ഉമ്മാനെ വേദനിപ്പിച്ചതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. എന്റെ ഉമ്മാനെ വേദനിപ്പിച്ചതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. കൊണ്ടുപോയി വലിച്ചെറിഞ്ഞടാ. വഴിയോരത്ത് മരുഭൂമിയിൽ കിടന്നിട്ട് യാചിക്കുകയാ. എന്റെ ദുനിയാവ് പോയി, എന്റെ ദുനിയാവ് പോയി. മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാനാ. എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് മോഹമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമോ? വഴിയോരത്ത് കിടന്നിട്ട് രക്തത്തിൽ കിടന്ന് കുളിച്ചുകൊണ്ട് ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യാചിക്കുന്നു, എന്റെ ഉമ്മാന്റെ മുന്നിലൊന്ന് കൊണ്ടുപോകോ, പൊരുത്തം ചോദിച്ചിട്ട് മരിക്കാരോ. അവസാനം ഏതോ യാത്രക്കാരെ ചുമന്നുകൊണ്ട് പറഞ്ഞ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുകയാണ്. അവിടെ നിന്ന് കവാടം തുറന്നൊരു ഉമ്മ ഇറങ്ങി വന്നു. അതാ കൊണ്ടുപോയവർ ചോദിച്ചു, ഉമ്മ, ഈ കിടക്കുന്ന ചെറുപ്പക്കാരന് അറിയുമോ ഉമ്മ? അല്ലാഹുവേ, കണ്ണില്ലാതെ കൈയില്ലാതെ കാലില്ലാതെ രക്തത്തിൽ കുളിച്ചിട്ട് ആളാരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയില് വീടിന്റെ മുന്നിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ട് ഉമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. അവിടെന്ന് പറഞ്ഞു, എനിക്കറിയില്ല. തന്റെ ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ ഫളില് വിളിക്കുന്നു, ഉമ്മ. പെറ്റ ഉമ്മയുടെ ശബ്ദമങ്ങ് കേൾക്കുമ്പോ ഫളില് വിളിക്കുന്നു, ഉമ്മ. ഞാനാണ് ഉമ്മ. ഉമ്മയുടെ പൊന്നുമോന് ഫളിലാ ഉമ്മ. ഉമ്മാന്റെ വാക്ക് കേൾക്കാതെ ഇറങ്ങിയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണുമ്മ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള് അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷ, അല്ലാഹു നിന്റെ ആയുസ് വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ, ഉംറയ്ക്ക് പോകുന്നത് പാപമാണോടാ? നല്ല കാര്യമല്ലേടോ? അതിനുപോലും പോയപ്പോ അതിനുപോലും ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിയതിന് ശിക്ഷ ഇതാണെങ്കിൽ ഈ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോകുമല്ലോ, കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് മുങ്ങുമല്ലോ, സിനിമ
കാണാൻ പോകുമല്ലോ, ഗാനമേള കേൾക്കാൻ പോകുമല്ലോ, പൂരപ്പറമ്പുകളിൽ പോകുമല്ലോ, ഫുട്ബോൾ കളി കാണാൻ പോകുമല്ലോ. ഉമ്മാന്റെ അനുവാദമില്ലാതെ പോകല്ലേ മക്കളെ, രക്ഷപ്പെടൂലടാ, രക്ഷപ്പെടൂലടാ. അല്ലാഹു നിന്റെ ആയുസ് ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ വാരക്കൊണ്ടുള്ള ഈ കാലക്കൊന്നിലുള്ള പെങ്ങളെ ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എന്നിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി സ്വന്തമായിട്ട് വീട് കെട്ടിയിട്ട് സുഖിക്കാമെന്ന് കരുതുന്ന പെണ്ണ്, നിന്റെ ഭർത്താവിനെയും ഉമ്മാനെയും തല്ലിപ്പിക്കല്ലേ, അവരെ പിണപ്പിക്കല്ലേ, അവരെ പിരിപ്പിക്കല്ലേ. പിരിപ്പിച്ച അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ നീ നിന്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയപ്പോ സ്വന്തം ഭർത്താവിനെ ഉമ്മാനെ കുറിച്ച് ഉമ്മയും മകനെയും തമ്മിലടിപ്പിച്ചിട്ട് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് വിളിച്ചിറക്കി കൊണ്ടുപോകും. മോനെ പോകല്ലേ എന്ന് പറഞ്ഞാലും നീ നിന്റെ ഭർത്താവിനെ വിളിച്ചിറക്കി കൊണ്ടുപോകുമ്പോ നിന്റെ ഭർത്താവിന്റെ ഉമ്മ കരഞ്ഞത് നീ കണ്ടതല്ലേ, നിനക്കല്ല തരുന്ന ശിക്ഷ ആ മനുഷ്യന്റെ മയ്യത്ത് നിന്റെ മുന്നിൽ കൊണ്ടുവെക്കുവടി. ആ ഉമ്മ കരഞ്ഞതിന്റെ 10 ഇരട്ടി നീ നെഞ്ചു പൊട്ടിക്കിട്ട് കരയേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ മനസാ വാച വേദനിപ്പിച്ചിട്ടുണ്ടോ, ഒന്ന് നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. 2 മാതാപിതാക്കളെ വേദനിപ്പിച്ച ഒരു കാലത്തും അല്ലാഹു നിനക്ക് നല്ല മരണം തരൂല. ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല. മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിച്ച ഒരുത്തൻ നേരെ ചൊവ്വ മരിച്ച ചരിത്രം പറ. മാതാപിതാക്കളെ വേദനിപ്പിച്ച ഏതെങ്കിലും ഒരുത്തൻ അല്ല നല്ല മരണം കൊടുത്തിട്ടുണ്ടോ? ഇല്ലടാ. കിടന്ന കിടപ്പി കിടന്നു മലമൂത്ര വിസർജനം നടത്തി എല്ലാരും ദുആ ചെയ്യും നീ ഒന്ന് ചാകാൻ. നിനക്ക് അല്ലാഹു നല്ല ഒരു യാത്ര തരൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്ക അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3ാമത്തെ ശിക്ഷ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന 3ാമത്തെ ശിക്ഷ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്, ആണുങ്ങളൊക്കെ എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. അതുകൂടെ പറഞ്ഞ് ആ സ്വർഗത്തിലേക്ക് 8 കവാടവും മാടി വിളിക്കുന്ന ആ മനുഷ്യൻ പഠിച്ച ആയത്ത് സൂറത്ത് ഓതിയിട്ട് പിരിയാം. ബിസ്മില്ലാ, ഇങ്ങോട്ട് എടുത്തിട്ടോ എല്ലാവരും എനിക്കൊന്ന് കാണാനാണ് ഇൻഷാ അല്ലാഹ്. വരി എല്ലാവരും, പെണ്ണുങ്ങളൊക്കെ ഇനി നിന്നോ കുറച്ചു നേരം. എഴുന്നേക്ക് ബിസ്മില്ലാ, എല്ലാം എഴുന്നേറ്റോ. ഇനി ഒറ്റ ഒരെണ്ണം ഇരിക്കരുത്. എത്ര വയ്യാത്ത ഉമ്മയാണെങ്കിൽ എഴുന്നേറ്റോ. 500 1000 മാറാൻ പോയി നിന്നില്ലേ ബാങ്കിന്റെ മുന്നിൽ പോയി നിന്നപ്പോ നിനക്കൊന്നും ഒരസുഖം ഇല്ലായിരുന്നല്ലോ. ഇനി നിക്ക്. അല്ലാഹുവേ, ആരൊക്കെ നിൽക്കുന്നോ ഇവരുടെ കാല് നീ സിറാത്തിൽ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, പരലോകത്ത് നിന്ന് ഉരുകുന്നവരെ തൊട്ട് കാത്തിരക്ഷിക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഒന്നീ കേറ്, അല്ലെങ്കിൽ ആ കാണുന്ന കവാടത്തിൽ കൂടെ ബിസ്മില്ലാ വിട്ടോ. ഒന്ന് ഇങ്ങ് വാ, അവിടെ നിൽക്കൊന്നും വേണ്ട, ഇങ്ങ് വാ, എല്ലാരും വാ. ഇത്തിരി പ്രാണികളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. കബറി ഇതിനെക്കാരും ഒരുപാടുണ്ട്. വാ ബിസ്മില്ലാ. പുഴുക്കൾ തിന്നാ ഉള്ളതല്ലേ. വാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്വലാത്ത് പറ. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് കേറിക്കോ, നിൽക്കണ്ട, പുറത്താരും നിൽക്കണ്ട. ഒന്നീ സ്വർഗത്തിൽ കയറി നിൽക്കില്ലെങ്കിൽ പൊക്കോ. നിന്റെ പെണ്ണുമ്പിള്ളയെ മക്കളും കാത്തിരിക്കുന്നുണ്ട്. പോ പാവങ്ങൾ. ഇത്രയും നല്ല ഒരു സദസ്സ് 40 പേരിൽ കൂടുതൽ ദുആഇന്റെ സമയത്തുണ്ടെങ്കിൽ ആ സദസ്സിലെ ദുആഇക്ക് ഇജാബത്തുണ്ടെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. 40 പേരുണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെടുന്ന 400 അല്ലേ? 40 അല്ലല്ലോ, 1000 ഈ സദസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ദുആ ചെയ്യുന്ന സമയത്ത് നിനക്ക് ഇതിനകത്ത് കയറി നിന്ന് ആമീൻ പറയാൻ വൈകി നീ വെളിയിൽ നിന്നും പറയണ്ട. കാരണം അത് അഹങ്കാരമാണ്. അഹങ്കാരം കടുകുമണിയുടെ അളവെങ്കിലും ഉള്ളവന്റെ ആമീനും ദുആയിക്കും അല്ലാഹ്ക്ക് വേണ്ട. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാ, ഇങ്ങോട്ട് വാ, കേറിക്കോ ഇൻഷാ അല്ലാഹ്. പുറത്ത് നിൽക്കുന്ന സംഘാടകർ, ആ റോഡിൽ നിൽക്കുന്ന മക്കൾ, ഒന്നീ നീ കേറി അല്ലെങ്കിൽ മാറി നിൽക്കും. ഇത്രയെങ്കിലും കാണിക്കും.
ഒന്നീ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കയറി നിൽക്കണം, അല്ലെങ്കിൽ മാറി നിൽക്കണം. അള്ളാഹു ഈമാൻ നൽകുമ്പോൾ ഇങ്ങോട്ട് വാ, നിങ്ങളൊക്കെ വാ, നിങ്ങളെ കാണാൻ പോവാ. നാളെ മുതലുണ്ടോ, നാളെ ചിലപ്പം നവാസ് മന്നാനി ഉസ്താദ് വഴുതു പറയുമ്പോൾ നീ പള്ളിക്കാട്ടി കടന്ന് കേൾക്കേണ്ടി വരും. ഇങ്ങോട്ട് വാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ള കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, നിന്റെ ആയുസ് അള്ളാഹു ചുരുക്കും. 2, നിനക്ക് അള്ളാഹു നല്ല മരണം തരൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3ാമത്തെ ശിക്ഷ എന്താ? ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലായിരുന്നു എൻ്റെ നബിദിനാഘോഷം. അള്ളാഹുവേ, വൃദ്ധസദനത്തിൽ കൊല്ലം ജില്ലയിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വൃദ്ധസദനത്തിൽ പോയി. ഇതുവരെ പോയിട്ടില്ല. അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കാതിരിക്കുമാറാകട്ടെ. കാരണം വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട, ഈ വലിയ പ്രതീക്ഷ ഒന്നും വേണ്ട, അവിടെയൊക്കെ തന്നെ അവസാനം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് ഏറ്റവും വിഷമമുണ്ടായ കാര്യം, ഞാൻ അവിടെ പോയപ്പോൾ ആകെ രണ്ട് മുസ്ലിമീങ്ങളും കണ്ടുണ്ടായിരുന്നു. അവിടെ പെണ്ണുങ്ങൾ ഇരുന്ന പെണ്ണുങ്ങൾ ഞാൻ അവിടെ ചെന്നപ്പോ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു പാട്ട് പാടാം. ഒരു പെങ്കൊച്ചിനോട് പാട്ട് പാടാൻ പറഞ്ഞു. ആ കൊച്ച് ഒരു പാട്ടൊക്കെ പാടി, നല്ല പാട്ട്, ഉമ്മായെ കുറിച്ചാ പാടിയത്. പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം വിളമ്പാൻ പോയപ്പോ ഈ കൊച്ചിന്റെ അടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും. ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി. അച്ഛനെ അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നോക്കി, ഞാൻ മുസ്ലിമാണ് ഉസ്താദേ, ഞാൻ ഹാഫിളാണ് പറയാ. ആ പെണ്ണ് ഹാഫിള. പക്ഷെ ഞാൻ ചോദിച്ചു, നീ എന്താ ഈ കോലത്തി? ആരും ഇല്ലല്ലോ ഉസ്താദെ, ഫർദ പോലും ഇടാനില്ല. അവിടുത്തെ സിസ്റ്റം അങ്ങനെ. അള്ളാഹു ആ പുന്നമോക്ക് അള്ളാഹു ഖുർആൻ ഹൃദയത്തിന്റെ അകത്ത് നിറച്ചു കൊടുക്കുമാറാകട്ടെ. പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ചോറ് വിളമ്പോ, എല്ലാവർക്കും ഭക്ഷണം വിളമ്പോ ഞാനും കൂടി ഇങ്ങനെ വിളമ്പുമ്പോ ഒരച്ഛൻ കസേരയിൽ അപ്പുറത്തിരിപ്പുണ്ട്, ഒരു പാത്രവും കൊണ്ട്. ഇപ്പൊ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ആ അച്ഛൻ 4 മക്കളുണ്ട്, 2 ഡോക്ടർമാരാ, ലണ്ടനിൽ പോയി പഠിച്ചതാ. അതാ ലണ്ടനിൽ ഒരുത്തൻ സ്വർണ്ണക്കടക്കാരനാ. അച്ഛന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, മോൻ ഇത്തിരി ഭക്ഷണം വാരി തരുമോ? ഇപ്പൊ എങ്ങനെ അപ്പൊ വാരി കൊടുക്കാൻ? ഞാൻ വീണ്ടും ഇങ്ങനെ സ്പൂൺ ഇല്ല, കൈ കൊണ്ട് വാരിത്തരാ. ഞാനിങ്ങനെ ഇത്തിരി ഭക്ഷണം വാരി കൊടുത്തപ്പോ ആ അച്ഛൻ എന്റെ കൈ പിടിച്ചിട്ട് ഉമ്മോക്ക. ആ വൃദ്ധസദനത്തിലെ ഓരോ അമ്മമാരും എന്താണെന്നറിയോ, കെട്ടിപ്പിടിച്ച് ഇന്ന് മോനെ ഒന്ന് തൊട്ടോട്ടെ മോനെ, എന്ത് സ്നേഹമെന്നറിയോ. അള്ളാഹു ഇന്നത്തെ മാതാപിതാക്കളുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ഇതൊക്കെ നമ്മളൊക്കെ വീടിന്റെ ATM-കളാ. വീടിന്റെ ATM എല്ലാവർക്കും പൈസ മാത്രം മതി. എല്ലാവർക്കും ATM പൈസ ഇല്ലെങ്കിൽ കണ്ടിട്ടില്ല, കാവൽക്കാരനുണ്ടോ? പട്ടി കയറി കിടക്കും. ATM-ൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ കാവൽക്കാരനും ഇല്ല, ആളുമില്ല. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ മനുഷ്യ 2 മണിക്കൂറത്തെ വയലൊന്നും വേണ്ട നന്നാകാൻ? ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മളെല്ലാവരും മരിച്ച വീട്ടിൽ പോകുന്നവരാ. മരിച്ച വീട്ടിൽ പോയിട്ടില്ലേ മനുഷ്യന്മാരെ? പോയിട്ടുണ്ട്. ഒരു രംഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ വയലു പറയുന്ന ഞാൻ ഇന്ന് ഇവിടെ വെച്ചങ്ങ് വീണ് മരിച്ചു പോയാ നിങ്ങൾ എല്ലാവരും എന്നെ കൊണ്ടുപോകത്തില്ലേ? അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അപ്പൊ രാമ്യം പറയാൻ ഒരു മടി. നിങ്ങളുടെ കാര്യമല്ല, എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഞാൻ ഇവിടെ വെച്ച് മരിച്ച ഷഹീദിന്റെ കൂലിയല്ലേ? ഒരു മനുഷ്യൻ മരിക്കുമ്പോ 40 പേര് നല്ലത് പറഞ്ഞാൽ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇവിടെങ്ങാനും വെച്ച് മരിച്ചുപോയ ഈ കൂടിയതിൽ 40 പേരെങ്കിലും പറയില്ല അവൻ പ്രസംഗിച്ചുകൊണ്ട് ഇന്നപ്പോഴാ പോയെന്ന്. ഒരു നല്ല അത് മതി. വീട്ടിൽ കിടന്ന് മരിച്ചാൽ കിട്ടുമോ? പറമനുഷ്യന്മാരെ വീട്ടിൽ കിടന്ന് മരിച്ചാൽ കിട്ടുമോ? കിട്ടത്തില്ല. ഉള്ള നേരത്തെ ഇപ്പം പോയാ 15 കൊല്ലം ചെയ്തത് പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പം മരിച്ച 17 കൊല്ലം ഞാൻ ചെയ്തത് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞാണെങ്കിലും രക്ഷപ്പെടാം. ഇനി ഒരു 30 കൊല്ലം കൂടെ ജീവിച്ചാലോ? അല്ലാഹു ചിന്തിക്കുമ്പോൾ തന്നെ വയ്യ. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകണേന്ന് പറഞ്ഞുകൊണ്ട് 8 കവാടവും മാടി വിളിക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ 8 കവാടങ്ങളിലും 8 കവാടവും എന്നിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ അടിമയാകാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കുന്ന അടിമയാകാൻ. കൈവക്കാത്തവനെ ഞാൻ ഒന്ന് കാണട്ടെ. അപ്പൊ ഓൻ ഇനി ഏത് കവാടത്തിൽ പോകാതിരിക്കണം? അല്ലാഹു അല. പൊക്കുന്നെങ്കിൽ നല്ല പോലെ പൊക്കിക്കേ. കൈ പൊക്കുന്നെങ്കിൽ. കാരണം ചിലപ്പോ ഇതിന്റെ പേരിൽ അള്ളാഹു സ്വർഗം തന്നാലോ. ചാകാൻ കിടന്ന ഒരു നായിക്ക് വ്യഭിചാരിയായ ഒരു പെണ്ണ് വെള്ളം കൊടുത്തപ്പോ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ കൈവൊക്കിയതിന്റെ പേര് രക്ഷപ്പെടുവാണെങ്കിലോ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും 8 കവാടങ്ങളിലെ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും കടന്നു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ 4ഓ 5ഓ വരി മാത്രമുള്ള ഒരു ചെറിയ സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ.
അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ ഉറക്ക ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് പോരെ, ശൈത്താൻ ഇറങ്ങി ഓടട്ടെ, ഉറക്കെ പറ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ ഈ പറയുന്നവർക്ക് മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവൻ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് ഒന്നുകൂടെ. അപ്പൊ ഒരു സൂറത്ത് പറഞ്ഞു തരട്ടെ, വേണോ വേണ്ടേ? വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. എക്സസൈസാ, പൊക്കി ഊപ്പാട് വരും. സൂറത്ത് വേണോ? 11:30 വരെ ഇരിക്കണം. എത്ര മണി വരെ ഇരിക്കണം? 11:30 വരെ ഇരിക്കണം. വേണ്ടവൻ ഇരുന്നാ മതി, അല്ലാത്തവൻ പൊക്കോ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ആ സൂറത്ത് ഏതാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കണം. ദുആ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് സന്തോഷത്തോടെ പിരിയും. അള്ളാഹു ഈ സംഗമം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. സംഘാടകര് പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, അൽഹംദുലില്ലാഹ്. അപ്പൊ ഒന്നാമത്തെ ദിവസം തന്നെ പിഴിയുന്നത് അത്ര നല്ലതുമല്ല. ഒന്നാമത്തെ ദിവസം തന്നെ ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും ഒക്കെ നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭ മതപണ്ഡിതന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള 2 പേരാണ്. ഒന്ന് നവാസ് മന്നാനി ഉസ്താദ്, 2 കബീർ ബക്കവി ഉസ്താദ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് നല്ല നിലയിൽ അങ്ങ് കൊടുക്കുക. നിങ്ങളുടെ മുന്നിൽ നിന്ന് ബക്കറ്റ് വരും, എഴുന്നേറ്റ് ഓടാതിരിക്കുക. ബക്കറ്റ് എടുക്കുമ്പോഴേ ഓടുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ബക്കറ്റിൽ ഒന്നും വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ദുആയും കഴിഞ്ഞിട്ടേ പോകാവൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിനെ മാത്രം അറിയുന്ന ചില രഹസ്യങ്ങളുണ്ട്. അള്ളാഹുവിനെ മാത്രം അറിയുന്ന 5 രഹസ്യങ്ങളുണ്ടെന്ന് പ്രവാചകൻ തന്റെ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ സഹാബാക്കൾ ചോദിച്ചു, നബിയെ, അള്ളാഹുവിനെ മാത്രം അറിയുന്ന ആ രഹസ്യങ്ങൾ ഏതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓതി കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, 5 രഹസ്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, ഖുർആൻ പറഞ്ഞു തന്ന 5 രഹസ്യങ്ങൾ ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബ, അവിടുന്ന് വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതി കൊടുക്കുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. അല്ലാഹുവിനെ മാത്രം അറിയുന്ന രഹസ്യങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, ഈ ലോകം എപ്പോഴാണ് അവസാനിക്കുന്നത്, ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത് എപ്പോഴാണ്? ആകാശത്ത് നിന്ന് പടച്ചവനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തീമഴയുമൊക്കെ പെയ്തിറങ്ങുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു തരാറ്. എന്റെ പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ചയാണെന്ന് പറയാനല്ലേ, ആ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പറയാനല്ലേ നമുക്ക് കഴിയൂ. അല്ലാതെ ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന ആഴ്ചയിലെ വെള്ളിയാഴ്ചയാണ് ഈ ലോകം തകർന്നു വീഴുന്നതെന്ന് പറയാ അല്ലാഹുവിനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്ന് ഖുർആൻ അവിടുന്ന് പറയുമ്പോ രണ്ടാമതായിട്ട് പറയുന്നു, വയനസ്സിലുൽ ഗൈസ, എപ്പോഴാണ് ആകാശത്തിന്റെ പെരുമാറിൽ നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്നതെന്ന് പറഞ്ഞു തരാറ്. മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നല്ലാതെ ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പറഞ്ഞു തരാൻ ആർക്കാ കഴിയുക? അല്ലാഹുവിന്റെ ഖുർആൻ മൂന്നാമതായി പറയുകയാണ്. അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുന്നു, വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം, ഉമ്മ
ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞാണാണോ പെണ്ണാണോ, കൈയുണ്ടോ കണ്ണുണ്ടോ കാലുണ്ടോ, ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തരാറ് മാസങ്ങൾ കഴിഞ്ഞാലല്ലേ ശാസ്ത്രത്തിന് കഴിയൂ. അതിനു മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തരാറ് അല്ലാഹുവിനല്ലാതെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഖുർആൻ ഇവിടുന്ന് പറഞ്ഞു തരുമ്പോ നാലാമതായിട്ട് അല്ലാഹു പറയുകയാ വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു. ഒരു മനുഷ്യൻ അടുത്ത സെക്കൻഡിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും പടച്ചവനെ നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ ആർക്കാ കഴിയുക? അഞ്ചാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞു തരികയാണ് വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞു തരികയാ ഒരു മനുഷ്യൻ എപ്പോ എവിടെ കിടന്നാണ് മരിക്കുന്നത്, എങ്ങനെയാണ് മരിക്കുന്നത്? ഈ വാല് പറയുന്ന ഞാനും വാല് കേൾക്കാൻ കിടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സഹോദരിമാര് നിങ്ങൾ എപ്പോഴെവിടെ കിടന്നാണ് മരിക്കുന്നത്, എങ്ങനെയാണ് മരിക്കുന്നത്? വാല് പറയുമ്പോഴാണോ, വാല് കേൾക്കുമ്പോഴാണോ, ദുആ ചെയ്യുമ്പോഴാണോ, പോകുന്ന വഴിയിലാണോ, അല്ലാഹുവേ വാഹനത്തിലാണോ, വീട്ടിലാണോ, ഹോസ്പിറ്റലിലാണോ, എപ്പോ എവിടെ കിടന്ന് എങ്ങനെയാണ് മരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു തരാ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് ഖുർആൻ ഇവിടുന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അല്ലാഹുവിനെ മാത്രം അറിയുന്ന 5 രഹസ്യങ്ങളുണ്ട്. ഈ രഹസ്യങ്ങൾ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും പറയാൻ കഴിയില്ല. അല്ലാഹു അറിയിച്ചു കൊടുത്ത ചില വിശിഷ്ട അതിഥികളുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് ഇതിന്റെ അടയാളങ്ങൾ പറയാൻ കഴിയും. ഈ പറയുന്നതിന്റെ അടയാളങ്ങൾ പറയാൻ കഴിയും. ഒരു മനുഷ്യന്റെ മരണം എപ്പോഴാണ് മരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന്റെ അടയാളങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പറയാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരുടെ കഴിവല്ല, അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നത് പറയാൻ കഴിയുന്ന ചില ഇഷ്ടദാസന്മാരുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട ചില ആൾക്കാർക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതിലൂടെ പറയാൻ കഴിയും. അങ്ങനെ അറിയാൻ കഴിയുന്ന ചില ആൾക്കാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ നമുക്ക് മറക്കാൻ കഴിയാത്ത മരണം മുൻകൂട്ടി മനസ്സിലാക്കിയ ചിലരുണ്ട്. അല്ലാഹു അവരാരാണെന്ന് മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അല്ലാഹുവെ മഹാനവറുകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് 23 വർഷം തികയുകയാണ്. ബഹുമാനായ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹുവെ പടച്ചവനെ യാത്രയായിട്ട് 26 കൊല്ലം. അല്ലാഹു രണ്ടുപേരുടെയും മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അവർക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞവരാ. ഞാൻ ഇന്നലെ ശംസുൽ ഉലമയുടെ മക്കാമിലായിരുന്നു. അവിടെ വഅദിന് പോകുമ്പോ ഉസ്താദ് വഫാത്താകുന്ന ശൈഖുന വഫാത്താകുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു ഉസ്താദിനോട് വിശേഷങ്ങൾ. കാരണം എനിക്ക് 8 വയസ്സുള്ളപ്പോഴാ ശംസുൽ ഉലമ വഫാത്താകുന്നത്. കണ്ണിയത്ത് ഉസ്താദ് എനിക്ക് 6 വയസ്സുള്ളപ്പോഴാ വഫാത്താകുന്നത്. അപ്പൊ അവിടുത്തെ ഇങ്ങനെ സംഭവങ്ങളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോ പറഞ്ഞു, ഉസ്താദ് വഫാത്താകുന്നതിന്റെ അന്ന് പാതിരാത്രി 2 മണിക്ക് ഹോസ്പിറ്റലിനകത്ത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർമാരെല്ലാവരും കൂടെ അവിടെ നിന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി കടന്നു വന്നു. പരിശോധനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോ കൂട്ടുകാരനോട് ചിരിക്കുക, ഇവന്മാരൊക്കെ വന്ന് നോക്കിയിട്ട് എന്താ പറയാ. അവിടെ വന്ന് പരിശോധിച്ചിട്ട് പോകുന്ന ഡോക്ടർമാർ ഇറങ്ങി പോകുമ്പോ ചോദിക്കും, ഇവർക്കിപ്പോ എന്താ മനസ്സിലാവുക? രാവിലെ പോകുന്ന എന്നെ വന്ന് പരിശോധിച്ചിട്ട് പോകുന്നല്ലോ, രാവിലെ പോകാനിരിക്കുന്ന എന്നെ വന്ന് പരിശോധിച്ചിട്ട് ഇറങ്ങി പോകുന്നല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോ രാവിലെ പോകുമെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുത്തിരുന്നു. അപ്പൊ അള്ളാഹു ഇതുപോലെ ചില ആൾക്കാരുണ്ട്, അവർക്ക് അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, അവർക്ക് അതിന്റെ അടയാളങ്ങൾ പറയാൻ കഴിയും. അല്ലാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മഖ്ലൂക്കിനും ഇത് കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ 5-മതായിട്ട് പറഞ്ഞ കാര്യം വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. സിറാജ് എപ്പോ എവിടെ കിടന്ന് എങ്ങനെ മരിക്കും ആർക്കാ പറയാൻ കഴിയുക?
എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയോ ഞാനിപ്പോ എവിടെ കിടന്ന് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പറയാൻ? കാരണം ഞാൻ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോൾ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു മലക്ക് വന്നിട്ട് എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സിറാജെ നീ 32 വയസ്സ് അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയം, ഇത്രയും കൊല്ലം നീ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കും, ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് നീ ഇങ്ങനെ മരിക്കും. ആ മരിക്കുന്ന സമയത്ത് നീ മുസ്ലിമായിട്ടാണോ കാഫിറായിട്ടാണോ മരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെയല്ല, ഞാൻ എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ മലക്ക് വന്ന് എഴുതി വെച്ചിരിക്കുകയാ. അത് തട്ടിമാറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, മരണം എപ്പോഴെവിടെ വെച്ചാണ് കടന്നു വരുന്നതെന്നറിയില്ലോ, ഏത് രീതിയിലാണ് കടന്നു വരുന്നതെന്നറിയില്ലോ, സദസ്സിലിരിക്കുമ്പോഴാണോ എന്ന് നമുക്കറിയില്ലോ. അല്ലാഹുവേ, എപ്പോഴാണെങ്കിലും നീ ഞങ്ങളുടെ അവസാനം നന്നാക്കി തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, മരണം എപ്പോഴെങ്കിലും ഒരു സമയത്ത് കടന്നു വരുമല്ലോ. ആ കടന്നു വരുന്നതിന് മുമ്പൊന്ന് തയ്യാറെടുക്കണ്ട്, ആ മരണത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങണ്ട്. ഇന്നെല്ലാവരും മരണചിന്ത മറന്നുപോയല്ലോ. എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാണ്, ചിരിച്ച് കളിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ കൂടപ്പുറപ്പുകളുടെ കൂടെ എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖത്തോടെ നടക്കുകയാ. ആരും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലോ, മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയുമില്ല. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, കവി എവിടെന്ന് പറയുകയാ, ഒരുപാട് ചിരിക്കുന്നവരോട് ഒരുപാട് സുഖിച്ച് നടക്കുന്നവരോട് കവി എവിടെന്ന് ചോദിക്കുകയാണ്. അവിടെന്ന് കവി പറയുകയാണ്, അവിടെ പറഞ്ഞു തരുന്നു, മോനെ, കുല്ലും മ്രിഇൻ മുസബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. എടാ, ഒരുപാട് ചിരിക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ടാകുമ്പോ പിന്നെ നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണേ പൊന്നുമോള്. എന്തിനാണ് നോക്കാൻ പറയുന്നതെന്നറിയുമോ? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാർ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു. ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാരവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കുമെന്ന്. ഒരു മനുഷ്യനും ആ വിഷയത്തിൽ സംശയമില്ല. അല്ലാഹുവേ, ദൈവമില്ലെന്ന് പറയുന്നവർ പോലും വിശ്വസിക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കേണ്ടവരാ. അല്ലാഹുവേ, സംശയമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? നമ്മളും മരിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹുവാ. അല്ലാഹുവാ പറഞ്ഞത് മനുഷ്യ നീ മരിക്കുമെന്ന്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനും ആ വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തെ മനോഹരമാക്കാൻ ആഗ്രഹമില്ലേ? ആ മരണത്തെ മനോഹരമാക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി. അല്ലാതെ ആള് കൂടുമ്പോഴല്ല, പണം കിട്ടുമ്പോഴല്ലോ, വാഹനം കിട്ടുമ്പോഴല്ലോ, ഭാര്യമക്കളെ കിട്ടുമ്പോഴല്ലോ, നിനക്ക് അധികാരം കിട്ടുമ്പോഴല്ലോ ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുവോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം തന്റെ അനുയായികളും റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്ന നാവുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറയുന്ന, നല്ലതുപോലെ പറയാനറിയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. ആഗ്രഹമില്ലേ? മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ മോഹമില്ലേ? ആ പറയുന്നവനാണ് യഥാർത്ഥ വിജയി. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമah فمن زحزح عن النار وأدخل الجنة فقد فاز.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിജയിച്ചവനെ കുറിച്ച് പറഞ്ഞു തരികയാ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ഖബറിന്റെ അകത്ത് രക്ഷപ്പെട്ട് പരലോകത്തിൽ രക്ഷപ്പെട്ട് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന അവനാണ് യഥാർത്ഥ വിജയം എന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണമെന്ന് നിനക്ക് കൊതിയില്ലേ? അതിനുവേണ്ടി പരിശ്രമിക്കുക ചെറുപ്പക്കാരാ, അതിനുവേണ്ടി പരിശ്രമിക്കുക പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവന് രക്ഷപ്പെട്ടവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ അവൻ സ്വർഗ്ഗവാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം റസൂലുള്ളാഹി പറഞ്ഞു, ഈ ദിക്റ് പറഞ്ഞാൽ അവന് സ്വർഗ്ഗമുണ്ടെന്ന് പ്രവാചകൻ പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന തഴമ്പുള്ള താടിയുള്ള നിസ്കരിക്കുന്ന ഖുർആൻ ഓതുന്ന സദക്ക കൊടുക്കുന്ന പള്ളിയിലെ ഇമാമാകട്ടെ ഹജ്ജ് ചെയ്തവനാകട്ടെ ഉംറ ചെയ്തവനാകട്ടെ ഇപ്പോഴും കയ്യിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന പെങ്ങളാകട്ടെ നമ്മുടെ മനസ്സിൽ തോന്നും, ഉസ്താദേ ഇത്രയേ ഉള്ളൂ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ, നമ്മളെ കൊണ്ട് പറ്റൂന്നാണ് നമ്മൾ കരുതുന്നത്. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മരിക്കുന്ന സമയത്ത് ഈ ദിക്ർ നമുക്ക് പറയാൻ കഴിയുമെന്ന. ആരാ പറഞ്ഞു തന്നത്? പറയാൻ പറ്റൂ? നിനക്ക് ഉറപ്പുണ്ടോ? ഈ സദസ്സിലിരിക്കുന്ന ഏത് മനുഷ്യനാണ് ഉസ്താദ് ഞാൻ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടേ ഞാൻ മരിക്കൂ എന്ന് പറയാൻ ധൈര്യമുള്ള ആരാ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും സ്വന്തം അങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂന്ന് ആരാ പറഞ്ഞത്? മനുഷ്യ, നിന്നെക്കാളും വലിയ കൊലകൊമ്പന്മാര് തോറ്റുപോയത് അപ്പോഴല്ലേ. ലോകത്ത് ആർക്കാ അത് ഉറപ്പുണ്ടായിരുന്നത്? അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ ആർക്കാ ഉറപ്പുണ്ടായിരുന്നത്? അങ്ങനെ ആർക്കെങ്കിലും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി പടച്ച റബ്ബിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് പടച്ച റബ്ബിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി വാപ്പയും മകനും കൂടെ ഒരു പള്ളി കെട്ടുകയാ. ഇബ്രാഹിം നബിയും തന്റെ പൊന്നുമോനും കൂടെ ഒരു പള്ളി കെട്ടി. എന്നിട്ട് രണ്ടുപേരും കൂടെ കഅബാലയത്തിന്റെ പണിയങ്ങ് തീർന്നു കഴിയുമ്പോ അല്ലാഹുവിനോട് കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നിട്ട് ദുആ ചെയ്യുകയാ. അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഈ സൽക്കർമ്മത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, നാഥാ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഞങ്ങളവര് മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നത്? ഇബ്രാഹിം നബിയോ, അല്ലാഹുവിന്റെ ഖലീലല്ലേ. ആ പ്രസവിച്ച് കിടക്കുന്ന ചോരക്കുഞ്ഞിനെയും ഭാര്യയെയും കൊണ്ടുപോയി ആരാരുമില്ലാത്ത മടലാരുണ്യത്തില് പടച്ചവനെ ജനവാസമില്ലാത്ത ഒരു മനുഷ്യനുമില്ലാത്ത വന്യമൃഗങ്ങളെ താമസിക്കുന്ന മരുഭൂമിയുടെ മടിത്തട്ടിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുപോയി ഒറ്റക്കാക്കിയിട്ട് പോകാൻ പറയുമ്പോ ഒരു മടിയുമില്ലാതെ തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ട് വിട്ടിട്ട് പോയ പ്രവാചകരാ. തന്റെ പൊന്നാര മകനെ അറുത്തു കൊടുക്കാൻ പറയുമ്പോ ഒരു മടിയുമില്ലാതെ അറുത്തു കൊടുക്കാൻ തയ്യാറായ പ്രവാചകരാ. ആമീൻ പറയുന്നതാരാ? 11 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള പൊന്നുമകനെ വാപ്പയുടെ കയ്യിൽ പിടിച്ച് കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പിതാവ് ഒരു ദിവസം രാവിലെ വന്നിട്ട് പറയുന്നു, മോനെ ഇസ്മായിലേ, അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാ പറഞ്ഞിരിക്കുകയാ. എന്റെ പൊന്നുമോന്റെ അഭിപ്രായം എന്താണെന്ന് തന്റെ പൊന്നാര മകനോടൊരു പിതാവ് ചോദിക്കുമ്പോ അവിടുന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അല്ലാഹു പറയുന്നതനുസരിക്കുക വാപ്പോ. വിധിയുണ്ടെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു കൊടുത്ത പൊന്നുമോരാ അറുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന പിതാവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, വാപ്പോ എന്റെ മുഖം തിരിച്ചിട്ടിട്ട് അറുക്കട്, എന്റെ കൈകാല് കെട്ടിയിട്ടിട്ട് അറുക്കട്, എന്റെ വസ്ത്രത്തിൽ എന്റെ രക്തം പറ്റാ പാടില്ല, എന്നെ കാത്തിരിക്കുന്ന ഉമ്മയോട് സലാം പറയണേ എന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് പറഞ്ഞു കൊടുത്ത ആ ചെറിയ മകനാണ് പുറകിലിരുന്നിട്ട് ആമീൻ വാപ്പയും മകനും കൂടെ ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഞങ്ങളെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്.
നിസ്കാര തടമ്പുള്ള വാപ്പാ, ഹജ്ജ് ഉംറയും ചെയ്ത വാപ്പാ, മഖാം ഇബ്രാഹിം കണ്ട വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ആ ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി ഇങ്ങനെ ദുആ ചെയ്യില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകൻ യൂസുഫ് നബി ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുന്ന സമയത്ത് പടച്ചറപ്പിന്റെ ദുർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചത് എന്തെന്നറിയുവോ? റബ്ബിക ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ് ഫാതിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ. യൂസുഫ് നബി അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ്, യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയുവോ? യൂസുഫിന്റെ മോഹം എന്തെന്നറിയുവോ? എന്തിനാ ജീവിക്കുന്നതെന്നറിയുവോ? തവഫനി മുസ്ലിമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. യൂസുഫ് നബിക്ക് ഉറപ്പില്ലായിരുന്നടാ ചെറുപ്പക്കാരാ. ഫർദ് ധരിച്ച, ഹിജാബ് ധരിച്ച, കയ്യിലെ തസ്ബീഹും പിടിച്ച് നടക്കുന്ന ഉമ്മ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിരാത്രി സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാ. പ്രവാചകന്റെ തേങ്ങൽ കേട്ടിട്ട്, റസൂലുള്ള കരയുന്ന ശബ്ദം കേട്ടിട്ടാണ് ആയിഷ ബീബി ഞെട്ടി ഉണരുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സുജൂദിൽ കിടന്ന് കരയുന്നത് കണ്ടപ്പോ എന്ത് പറഞ്ഞിട്ടാണ് കരയുന്നതെന്ന് നോക്കുമ്പോ അല്ലാഹുവോട് പറയുന്നു, യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അവിടെന്ന് ചോദിക്കുന്നു, നബിയേ അങ്ങയ്ക്ക് ഉറപ്പില്ലേ നബിയേ? അങ്ങയ്ക്ക് ഉറപ്പില്ലേ നബിയേ? ആയിഷ മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അത് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ